ഓക്കെ, ഇപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരിക ഇറ്റ്സ് വാലിഡിറ്റി ഈസ് ചലഞ്ചഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ഇറ്റ്സ് വാലിഡിറ്റി ഈസ് ചലഞ്ചഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വോട്ടിഡിയൻ റെഫേഴ്സ് ടു ദി തിങ്സ് ദാറ്റ് ആർ ഓർഡിനറി, സർപ്രൈസിങ്, എക്സ്ട്രാ ഓർഡിനറി, ഷോക്കിംഗ്. അല്ലെ ആൻസർ ആയിട്ട് വരിക ഓർഡിനറി ആണ്. ഓപ്ഷൻ എ ഓർഡിനറി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ എ ക്രിക്കറ്റ് മാച്ച്, മാത്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഇൻ എ ക്രിക്കറ്റ് മാച്ച് 5 ബാറ്റ്സ്മാൻ B1, B2, B3, B4 ആൻഡ് B5 സ്കോർഡ് ആവറേജ് ഓഫ് 38 runs. B4 scored 7 runs more than B5. B5 scored 8 runs less than B1. B2 scores as many as B4 and B5 combined. B2 and B3 combined score 109. How many runs did B5 scored? ആവറേജ് എന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റൻ ആണ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ചെയ്ത് നോക്കിയാൽ മതിയാകും. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 22 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ 22 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ മാത്സ് എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. വളരെ ബേസിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരെണ്ണം, അണ്ടർ ഹാൻഡ് റെഫേഴ്സ് ടു സംതിങ് സീക്രട്ട്, ഹാൻഡ് റിട്ടൺ, സെൻഡ് ബൈ മെസ്സഞ്ചർ, അണ്ടർ സ്പെഷ്യൽ ഡെലിവറി. അപ്പം അണ്ടർ ഹാൻഡ് എന്നുള്ള ആ ഒരു അത് റെഫർ ചെയ്യുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ളതാണ്. സീക്രട്ടിനാണോ, ഹാൻഡ് റിട്ടൺ ആണോ, സെൻഡ് ബൈ മെസ്സഞ്ചർ ആണോ, അണ്ടർ സ്പെഷ്യൽ ഡെലിവറി ആണോ എന്നുള്ളതാണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. സീക്രട്ട് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. സീക്രട്ട് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. മാലാഫൈഡ് ആക്ഷൻ ഈസ് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്, ഇൻ ബാഡ് ടൈംസ്, ഇൻ ബാഡ് ഫെയ്ത്ത്, ഇൻ ഗുഡ് ടൈംസ് എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പം ബോണാഫൈഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ബോണാഫൈഡ് പഠിച്ചിട്ടുണ്ട്. ബോണാഫൈഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫെയ്ത്ത് ആണ്. അപ്പം മാലാഫൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻറ്റോണിയമാണ്. അതിൻ്റെ ആൻറ്റോണിയം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബാഡ് ഫെയ്ത്ത് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ബാഡ് ഫെയ്ത്ത് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പം, വെൻ യു കാൾ ഇറ്റ് എ ഡേ യു ഹാവ് ഡിസീവ്ഡ് ടു. അപ്പം ക്വാളിറ്റി ഡേ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. ബിഗിൻ വർക്ക്, കണ്ടിന്യൂ വർക്ക്, സ്റ്റോപ്പ് വർക്ക്, സബ്മിറ്റ് ടു റെസിഗ്നേഷൻ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ക്വാളിറ്റി ഡേ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് വർക്ക് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ക്വാളിറ്റി ഡേ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് വർക്ക് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പിക്ക് ഔട്ട് ദി വേർഡ് ദാറ്റ് ഈസ് സ്പെൽഡ് ഇൻകറക്ട്ലി. അപ്പം സ്പെൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. നേരത്തെ പറഞ്ഞ വൊക്കാബുലറിക്കകത്ത് ഈ സ്പെല്ലിംഗ് ചെക്കും കൂടെ വരും. അപ്പോൾ കുറച്ച് വേർഡ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വേർഡ്സ് ഇങ്ങനെ എന്ത് ചെയ്യണം, സ്പെല്ലിംഗ് പഠിച്ച് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്പെൽ ചെക്ക് വരുമ്പോഴത്തേക്കും ഒന്നിലധികം ക്വസ്റ്റൻസ് ഉണ്ട് സ്പെൽ ചെക്കുമായിട്ട് ബന്ധപ്പെട്ട്. അതൊരു പ്രത്യേക ഏരിയ ആണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കാനായിട്ട് വരും. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് സ്പെല്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള PDF കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു 5 വേർഡോ 3 വേർഡോ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരിക ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ് ആൻസർ ആയിട്ട് വരും. കറക്റ്റായിട്ട് സ്പെല്ല് ചെയ്തിരിക്കുന്നത് ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ വരുമ്പോഴത്തേക്കും മാത്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. ഇത് റൂട്ടാണ്. ഓക്കെ, x + 1/x = √5 അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ x³ + 1/x³ ആൻസർ എത്രയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം റൂട്ടാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. 2√5 ആണ് ആൻസർ ആയിട്ട് വരിക. അത് ബേസ് ലെവൽ ക്വസ്റ്റൻ ആണ്. സ്ഥിരം ചോദിക്കുന്ന മോഡൽ ക്വസ്റ്റൻസ് ആണ് ഇതൊക്കെ. അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്കും വൺ ഹു ബ്രേക്സ് ഇമേജസ് യൂസ്ഡ് ഇൻ റിലീജിയസ് വർഷിപ്പ്. അപ്പം അതിലെ ഐക്കോണോക്ലാസ്റ്റ് ആണ്, കോൺഫോർമർ ആണ്, ഫുഗിറ്റീവ് ആണ്, എത്തിസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഐക്കോണോക്ലാസ്റ്റ് ആണ്. ബ്രേക്സ് ഇമേജസ് യൂസ്ഡ് ഇൻ റിലീജിയസ് വർഷിപ്പിൽ ഉള്ള ഇമേജസ് ബ്രേക്ക് ചെയ്യുന്നതിന് അയാളെ വിളിക്കുന്ന പേരെന്താണ്? ഐക്കോണോക്ലാസ്റ്റ് എന്നുള്ളതാണ്. ഇതും വൊക്കാബുലറി സെക്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, അടുത്തിലേക്ക് പോകും. ടൈം ആൻഡ് വർക്ക് എന്നുള്ള ക്വസ്റ്റൻ ആണ്. 2 പൈപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു പൈപ്പിന് 24 മിനിറ്റും ഒരു പൈപ്പിന് 32 മിനിറ്റ്സും സമയമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 20 മിനിറ്റ്സിൽ ഈ ടാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് പൈപ്പ് എപ്പോൾ ക്ലോസ് ചെയ്യുന്നത് ചോദിക്കുന്നത്. സെയിം മോഡൽ ക്വസ്റ്റനൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്. 9 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ വേർഡ് ഓൺട്രപ്രണർ ഈസ് ഡിറൈവ്ഡ് ഫ്രം. അപ്പം ഓൺട്രപ്രണർ എന്നുള്ള വേർഡ് ഏത് ലാംഗ്വേജിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നത് ചോദിക്കുന്നത്. ജർമ്മൻ ആണോ, ഫ്രഞ്ച് ആണോ, അറബിക് ആണോ, ഇറ്റാലിയൻ ആണോ എന്ന് ചോദിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഫ്രഞ്ച് വേർഡ് ആണ് ഓൺട്രപ്രണർ എന്ന് പറയുന്നത്. സെക്കൻഡ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹25,000 ഫോർ 3 years at the rate of 2% ഫോർ ദി ഫസ്റ്റ് ഇയർ, 4% സെക്കൻഡ് ഇയർ ആൻഡ് 5% ഓഫ് ദി തേർഡ് ഇയർ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതും ബേസിലുള്ളൊരു ക്വസ്റ്റൻ ആണ്. ചെയ്ത് നോക്കിയാൽ മതിയാകും. ആദ്യത്തെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് എത്രയാണ്? 25,000 ആണ് അല്ലേ. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 25,000 ആണ്. ആദ്യത്തെ കൊല്ലം എത്രയാണ്? 2% ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക? 102/100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തെ കൊല്ലം വരുന്നത് 4% ആണ്. എന്ത് ചെയ്യുക? 104/100 കൊടുക്കുക. അടുത്ത കൊല്ലം വരുന്നത് 5% ആണ്. എന്ത് ചെയ്യുക? 105/100 കൊടുക്കുക. ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കുള്ള ആൻസർ കിട്ടും. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 2846 നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം. ഇഫ് മൈനസ് ഈസ് ലെസ് ദാൻ, പ്ലസ് മീൻസ് ഗ്രേറ്റർ ദാൻ, ദെൻ A + B + C ഡസ് നോട്ട് ഇംപ്ലൈ. റീസണിങ് എന്നുള്ള ക്വസ്റ്റൻ ആണ്. വളരെ ബേസ് ലെവലൊരു ക്വസ്റ്റൻ ആണ്. അപ്പം ഇത് ചെയ്ത് നോക്കുക. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. B - A - C ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം.
എന്നാണ് സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റീസണിംഗ് എന്നുള്ളൊരു മെന്റൽ എബിലിറ്റി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിൾ ഷേപ്പിൽ ABCDEF സിറ്റി എന്ന് പറയുന്നുണ്ട്. അതിന് പറയുന്നുണ്ട് എ സിറ്റിംഗ് ഫേസിംഗ് ബി എന്ന് പറയുന്നുണ്ട്, ബി സിറ്റിംഗ് ദ റൈറ്റ് ഓഫ് ഇ എന്ന് പറയുന്നുണ്ട്, ആൻഡ് ലെഫ്റ്റ് ഓഫ് സി എന്ന് പറയുന്നുണ്ട്, എ സിറ്റിംഗ് ദ ലെഫ്റ്റ് ഓഫ് എഫ് ആൻഡ് റൈറ്റ് ഓഫ് ഡി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പൊസിഷൻസ് ഓഫ് എ ആൻഡ് ഇയും ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹു വിൽ ബി സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് സി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം വരച്ച് നോക്കുക. ബേസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ പാടുള്ള ഒന്നുമല്ല. ബേസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വരച്ച് നോക്കുക. വരച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ഇതിന് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ് വരിക. ബി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം. ഫൈൻഡ് ദി റോങ്ലി പ്ലേസ്ഡ് നമ്പർ ഇൻ ദി സീരീസ്. ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 1, 3, 10, 21, 64, 129, 389, 777. അപ്പം ഈ ഒരു സീരീസിനകത്ത് റോങ് ആയിട്ട് പ്ലേസ് ചെയ്ത നമ്പർ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം നോക്കുക, സീരീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ബേസ് ലെവലുള്ള ഒരു സീരീസ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം മാത്സിൽ നിന്ന് നമ്മൾ ഇതുവരെ ആവറേജിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, ഇൻട്രസ്റ്റിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, അതുപോലെ ടൈം ആൻഡ് വർക്ക് എന്നുള്ള ക്വസ്റ്റ്യനും കണ്ടു. ഇപ്പോൾ സീരീസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അടുത്തേക്ക് പോകാം. അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും മിസ്സിംഗ് ടൈം ആണ് ചോദിക്കുന്നത് അല്ലേ. മിസ്സിംഗ് ടൈം DLFA, FLHA, HLJA, LLNA അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള സീരീസ് എന്ന് വരാൻ ചോദിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും ഈ നടുക്കുള്ളത് തിരിച്ചിട്ടാണ് സീരീസ് ഉണ്ടാക്കുന്നത് അല്ലേ. നടുക്കുള്ളതായിരിക്കും അടുത്തല്ലേ വരുന്നത്, HL വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും LG തിരിച്ചിട്ട് JL ആയിരിക്കണം ആദ്യം വരേണ്ടത്. JL വരുന്ന ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി JLLA ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് X ആണെന്ന് പറയുന്നുണ്ട്. ദ ആവറേജ് ഓഫ് 3 ഓഫ് ദം Y ആണെന്ന് പറയുന്നുണ്ട്. ആവറേജ് ഓഫ് റിമൈനിങ് നമ്പേഴ്സ് Z ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് താഴ്ത്തിരിക്കുന്ന ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. 3x - y = 2z എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. 3x - y = 2 എന്നുള്ളത് നമ്മുടെ ആൻസർ ആയിട്ട്, 2z എന്നുള്ളത് നമ്മുടെ ആൻസർ ആയിട്ട് വരും. അടുത്ത ചോദ്യം. അടുത്തത്, ബീന സേസ് ഇഫ് യു റിവേഴ്സ് മൈ ഏജ് ഫിഗർ റെപ്രസെൻറ്റ് അന്നാസ് ഏജ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജ് ഇസ് 1/11 ഓഫ് ദെയർ സം. എങ്കിൽ ബീനയുടെ ഏജ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ബീന പറയുന്നത് അയാളുടെ ഏജിനെ റിവേഴ്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അപ്പം ഏജ് എന്നുള്ളത് നമ്പറിനെ റിവേഴ്സ് ചെയ്യുക. അപ്പോൾ 25 ആണ് ഏജെങ്കിൽ അതിനെ റിവേഴ്സ് ചെയ്യുക 52 ആവും. ഓക്കെ, 73 ആണെന്നുണ്ടെങ്കിൽ തിരിച്ചിടുമ്പോൾ 37 ആവും. അപ്പോൾ അങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ അന്നയുടെ ഏജ് കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെ അന്നയുടെ ഏജ് കിട്ടും. അവർ തമ്മിലുള്ള ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് അവരുടെ സമ്മിൻ്റെ 1/11 ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവരുടെ ബീനയുടെ ഏജ് എത്ര എന്ന് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ നിന്ന് പോകുന്നതായിരിക്കും എളുപ്പം. ഓപ്ഷനിലുള്ള ഓരോ നമ്പറിനെ 43 ഉണ്ട്, അതിനെ തിരിച്ചിടുമ്പോൾ എന്ത് കിട്ടും, 34 ഉണ്ട്, അതിനെ തിരിച്ചിടുമ്പോൾ 43 കിട്ടും. അത് നമ്മൾ ഡിഫറൻസ് നോക്കുക. ഇതിന് നേരത്തെ പറഞ്ഞില്ല സമ്മിൻ്റെ 1/11 ആണെന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് എഴുതി നോക്കാൻ നിൽക്കരുത്. ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി 45 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് പൊല്യൂഷൻ കോസസ് നോക്ക് ആൻഡ് നീ സിൻഡ്രോം. സയൻസിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ആർസനിക് കൊടുത്തിട്ടുണ്ട്, നിക്കൽ കൊടുത്തിട്ടുണ്ട്, ഫ്ലൂറൈഡ് കൊടുത്തിട്ടുണ്ട്, കാഡ്മിയം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതിൻ്റെ പൊല്യൂഷൻ കാരണമാണ് നോക്നി സിൻഡ്രോം വരുന്നത് ചോദിക്കുന്നത്. നോക്നി സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്കും മുട്ട് കൂട്ടിയിടിക്കുന്ന വി ഷേപ്പിലാവും, ലെഗ് വി ഷേപ്പിൽ വരും. അപ്പം ആ ഒരു സിൻഡ്രോം ഇതിൽ ഏതിൻ്റെ ഏതിൻ്റെ പൊല്യൂഷൻ കാരണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആർസനിക്, നിക്കൽ, ഫ്ലൂറിൻ, കാഡ്മിയം ഉണ്ട്. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫ്ലൂറൈഡ് കാരണമാണ്. ഫ്ലൂറൈഡിൻ്റെ പൊല്യൂഷൻ കാരണമാണ് എന്ത് ചെയ്യുന്നത്, നോക്നി സിൻഡ്രോം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെയിം ഓഫ് ദി ഹോർമോൺ വിച്ച് ഇൻഡ്യൂസസ് ഫ്രൂട്ട് റിപ്പനിങ് പ്രോസസ് ഇൻ പ്ലാന്റ്സ്. അപ്പം ഈ പ്ലാന്റ്സിനകത്ത് ഫ്രൂട്ട്സ് റിപ്പൻ ചെയ്യാനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓപ്ഷനകത്ത് സൈറ്റോകൈനിൻ ഉണ്ട്, കാൽസ്യം കാർബൈഡ് ഉണ്ട്, ഗിബർലിൻ ഉണ്ട്, എത്തിലീൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ സയൻസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. എത്തിലീൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. എത്തിലീൻ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. 52nd ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മൊബൈൽ OS. താഴെ തന്നിരിക്കുന്നതിനകത്ത് മൊബൈൽ OSന് എക്സാമ്പിൾ അല്ലാത്തതെന്ന ചോദ്യം. അപ്പോൾ അതിനകത്ത് ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ട്, സൊളാരിസിസ് കൊടുത്തിട്ടുണ്ട്, കൈ കൊടുത്തിട്ടുണ്ട്, സിംബിയം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൻഡ്രോയിഡ് അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൈ എന്ന് പറയുന്നത് ലിനക്സിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ സിംബിയനെ നമ്മൾ കേട്ടിട്ടുണ്ട്, സിംബിയൻ സോഫ്റ്റ്വെയർ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇല്ലാതുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. സൊളാരിസിസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. വിച്ച് വാസ് ദി ഫസ്റ്റ് ആൻറ്റിവൈറസ് പ്രോഗ്രാം. IT സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. IT സെക്ഷൻ ഒരുപാട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ആൻറ്റിവൈറസ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ആൻറ്റിവൈറസ് എന്ന് പറയുന്നത് ബ്രെയിൻ ആണോ, റീപ്പർ ആണോ, RK ആണോ, സ്പൈവെയർ ആണോ എന്നാണ് ചോദ്യം. ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി റീപ്പർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് ആൻറ്റിവൈറസ് പ്രോഗ്രാം എന്ന് പറയുന്നത് റീപ്പർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് വിച്ച് ഓൾസോ നോൺ ആസ് ട്രൈബൽ ലാൻഡ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ ദി ഇയർ. അപ്പം ഈ ട്രൈബൽ ലാൻഡ് ആക്ട് വന്നത് ഏത് വർഷം എന്ന് ചോദിക്കുന്നത്. 2011 2003 2007 2010 എന്ന് ചോദിക്കുന്നത്. ഈ ആക്ട് ശരിക്കും വന്നത്
2006 അത് പാസ്സായത് 2007. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 2007 ആൻസറായിട്ട് വരിക. കെയിം ഇൻറ്റു ഫോഴ്സ് വന്നത് 2007. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട്സ് എ ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദി ഫോളോയിങ് ഹാപ്പനിങ്സ്? അതിനകത്ത് ഓഗസ്റ്റ് ഓഫർ, ലക്നോ പാക്ട്, ചമ്പാരൻ സത്യാഗ്രഹം കൊടുത്തിട്ടുണ്ട്, ജാലിയൻ വാലാബാഗ് മാസാക്ര കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറാണ് ചോദിക്കുന്നത് അല്ലേ. ഇതിൽ ഏതാണ് ആദ്യം നടന്നത് ചോദിക്കുന്നത്. അപ്പം ഇതിൽ ആദ്യം നടന്ന ഏതാണ്? ലക്നോ പാക്ട് ആണ് അല്ലേ. ഇതിൽ ആദ്യം നടന്ന ഏതാണ്? ലക്നോ പാക്ട് ആണ്. ഒന്നാമത് നടന്ന ലക്നോ പാക്ട് ആണ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് രണ്ടാമത് വരും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജാലിയൻ വാലാബാഗ് മാസാക്ര നടന്നത്. ഏറ്റവും അവസാനം വരുന്നത് ഓഗസ്റ്റ് ഓഫറാണ്. അവസാനമായിട്ട് ഓഗസ്റ്റ് ഓഫറും വരും. മൂന്നാമത് ജാലിയൻ വാലാബാഗ് വരുന്നുണ്ട്. നാലാമത് ഓഗസ്റ്റ് ഓഫർ വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻ 2, 3, 4, 1 ആൻസറായിട്ട് വരും. 2, 3, 4, 1 ആൻസറായിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വെൻ നാഷണൽ എമർജൻസി വാസ് പ്രൊക്ലെയിംഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ എമർജൻസി വന്ന സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് എന്ന ചോദ്യം. ആരായിരുന്നു പ്രസിഡന്റ് എന്നാണ് ചോദ്യം. അപ്പം നോക്കി, ആദ്യത്തെ നാഷണൽ എമർജൻസി വന്ന ഏത് വർഷമാണ്? 1962 ആദ്യത്തെ നാഷണൽ എമർജൻസി വന്നത് അല്ലേ. ആദ്യത്തെ നാഷണൽ എമർജൻസി വന്നത് എപ്പോഴാണ്? 1962 ആദ്യത്തെ നാഷണൽ എമർജൻസി വന്നത്. അപ്പോൾ 1962 പ്രസിഡന്റ് ആയിരുന്ന ആരാണ്? ഡോക്ടർ സി രാധാകൃഷ്ണനാണ് അന്നേരത്തെ പ്രസിഡന്റ് ആയിരുന്നത്. അപ്പം പുള്ളിയാണ് ഓപ്ഷൻ സി രാധാകൃഷ്ണനാണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം. പ്രസിഡൻസ് റൂൾ വാസ് എൻഫോഴ്സ്ഡ് ഇൻ കേരള ഫോർ ദി ലാസ്റ്റ് ടൈം ഇൻ ദ ഇയർ. അപ്പം കേരളത്തിൽ 7 വട്ടം പ്രസിഡൻസ് റൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അവസാനം വന്നത് ഏത് വർഷം എന്ന് ചോദിക്കുന്നു. 59-ലാണോ, 86-ലാണോ, 82-ലാണോ, 64-ലോ എന്നുള്ള ചോദ്യം. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി. 1982 ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തത്? എമർജൻസി ഡിക്ലെയർ ചെയ്തത്. ഇതിപ്പം കേരള ഹിസ്റ്ററി എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. കേരള ഹിസ്റ്ററി എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ അനിമൽ വിച്ച് ദ മോസ്റ്റ് നമ്പർ ഓഫ് ലെഗ്സ് ഇൻ ദി വേൾഡ് ഡിസ്കവേർഡ് റീസെൻ്റ്ലി. അപ്പം ഇതിനകത്ത് താഴെ ഒരു 4 അനിമൽസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ലെഗ്സുമായിട്ടുള്ള അനിമൽ എന്നാണ് ഡിസ്കവർ റീസെൻ്റ്ലി കണ്ടുപിടിച്ചെന്ന് ചോദിക്കുന്നത്. കറണ്ട് അഫെയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരിക ഇതാണ്, യുമിലിപ്പസ് പെർസെഫോൺ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, റീസെൻ്റ്ലി ക്വസ്റ്റ്യൻ എത്തുണ്ടായിരുന്നു. 1000-ലധികം കാലുകളാണ് ഈ ജീവിക്കുള്ളതെന്നാണ് പറയുന്നത്. 1000+ ലെഗ്സ് ആണ് ഈ ജീവിക്കുള്ളത്. അപ്പം ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് വരിക. കറണ്ട് അഫെയർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദി കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഓഫ് ദി ഫോളോയിങ് അക്കോർഡിംഗ് ടു ദ ഇയർ ഓഫ് ബർത്ത്. അപ്പം കേരള ഹിസ്റ്ററി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് വക്കം മൗലവി, വാഗ്ഭടാനന്ദ, അയ്യങ്കാളി, പൊയ്കേൽ യോഹന്നാൻ. അപ്പോൾ ഈ 4 പേരുണ്ട്. ഇവരുടെ ജനിച്ച വർഷം വെച്ചിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ ആയിട്ട് വരിക എ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക. അതായത് അയ്യങ്കാളിയാണ് ആദ്യം, രണ്ടാമത് വന്നിട്ട് വൈക്കം മൗലവി ഉണ്ടാവും, പിന്നെ പൊയ്കയിൽ യോഹന്നാൻ ഉണ്ട്, ഏറ്റവും ലാസ്റ്റാണ് വാഗ്ഭടാനന്ദ വരിക. വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് എ പെയർ ഇൻ വിച്ച് ദീസ് വേർഡ്സ് ആർ ഡിഫറെൻ്റ്ലി റിലേറ്റഡ്. അപ്പം റീസണിങ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓയിൽ ലാമ്പ് ഉണ്ട്, പവർ മെഷീൻ ഉണ്ട്, ഓക്സിജൻ ലൈഫ് ഉണ്ട്, വാട്ടർ ടാപ്പ് ഉണ്ട്. അതായത് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലാമ്പ് എന്ത് ചെയ്യത്തുള്ളൂ? കത്തത്തുള്ളൂ. പവർ ഉണ്ടെങ്കിൽ മെഷീൻ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മെഷീൻ വർക്ക് ചെയ്യത്തുള്ളൂ. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് ഉള്ളൂ. പക്ഷേ വാട്ടർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും? ടാപ്പിന് നിലനിൽപ്പുണ്ട്. അപ്പം ആൻസർ എന്താ വരിക? വാട്ടർ ടാപ്പാണ് ആൻസർ ആയിട്ട് വരിക. ഐഡൻറ്റിഫൈ ദി കറക്റ്റ് സെൻറ്റൻസ്. ഐ നോ ദാറ്റ് യു വുഡ് പാസ്. ഐ ഹാവ് നോൺ ദാറ്റ് യു വുഡ് പാസ്. ഐ വിൽ നോ ദാറ്റ് യു വുഡ് പാസ്. ഐ നോ ദാറ്റ് യു വുഡ് പാസ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് ഒന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പം ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ഐ നോ ദാറ്റ് യു വുഡ് പാസ്. ടു അബ്ജുറി മീൻസ് ടു. ഇതിൽ അബ്ജുറി എന്നുള്ള വേർഡിൻ്റെ ആ ഒരു മീനിങ് ആണ് ചോദിക്കുന്നത് അല്ലേ. റിനൗൺസ് ആണോ, റിപ്പീൽ ആണോ, ഇമ്പൗണ്ട് ആണോ, ഇംപീച്ച് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് റിനൗൺസ് ആണ്. ഓപ്ഷൻ എ റിനൗൺസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം. എ ക്രിമിനൽ ഹു ഹാസ് അബ്സ്കൗണ്ടഡ് ഈസ് ഇൻ. അതായത് അബ്സ്കൗണ്ട് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. അബ്സ്കൗണ്ട് എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഒരു ലീഗൽ ടേമാണ്. അപ്പം കോർട്ടിൻ്റെ എക്സാമിന് വരുമ്പോഴത്തേക്കും ലീഗൽ ടേംസും കാര്യങ്ങളൊക്കെ വരും. അപ്പം ലീഗൽ ടേംസ് കുറച്ച് 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ലീഗൽ ടേംസ് കുറേ നമ്മൾ കാണാൻ പഠിച്ചിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ഒരു 2-3 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പം ലീഗൽ ടേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു PDF നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഗ്രൂപ്പ് റെഫർ ചെയ്യുമ്പോഴത്തേക്കും ആ PDF കൂടെ എടുക്കുക. ആ PDFിൽ നിന്ന് ഒരു 5 വെച്ചിട്ടോ 10 വെച്ചിട്ടോ ഡെയിലി പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കസ്റ്റഡിയിലാണോ, കോർട്ടാണോ, ഡിറ്റൻഷൻ ആണോ, ഹൈഡിംഗ് ആണോ? അബ്സ്കൗണ്ട് എന്ന് വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം എന്താണ് ഒരു ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഹൈഡിംഗ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് നെവർ സോ ദി ലൈറ്റ് ഓഫ് ഡേ സജസ്റ്റ് ദാറ്റ്. ഇറ്റ് വാസ് വിസിബിൾ ഓൺലി അറ്റ് ദി നൈറ്റ്. ഇറ്റ് വാസ് സർപ്രസ്ഡ് ഫ്രം വ്യൂ. ഇറ്റ് വാസ് നോട്ട് ലെജിബിൾ. ഇറ്റ് വാസ് ഇൻഅഡ്മിസിബിൾ ഇൻ കോർട്ട് എന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഇറ്റ് വാസ് സർപ്രസ്ഡ് ഫ്രം വ്യൂ ആണ് ആൻസർ ആയിട്ട് വരിക.
ഇറ്റ് നെവർ സോ ദി ലൈറ്റ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതിനെ കാഴ്ചയിൽ നിന്നും മറച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഇറ്റ് വാസ് സർപ്രസ്ഡ് ഫ്രം ദി വ്യൂ ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 65ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ദി കോഡ് ഗിവൺ ബിലോ. വെൻ ഹി, അപ്പം വെൻ ഹി എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ താഴത്തേക്ക് 4 എണ്ണത്തിനെ അറേഞ്ച് ചെയ്ത് ഒരു മീനിങ് സെൻറ്റൻസ് അവിടെ ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. വെൻ ഹി ഡിഡ് നോട്ട് നോ ഹി വാസ് നെർവസ് ആൻഡ് ഹേർഡ് ദ ഹ്യൂ ആൻഡ് ക്രൈ വാട്ട് ടു ഡു. അപ്പം നോക്കുക, ഇത് നോക്കുമ്പോഴത്തേക്കും വെൻ ഹി ഡിഡ് നോട്ട് നോ എന്നൊരു മാച്ച് വരുന്നില്ല. വെൻ ഹി വാസ് നെർവസ് ആൻഡ് അങ്ങനെ വരത്തില്ല, 2 ഹി ഒരുമിച്ച് വരത്തില്ലല്ലോ. അടുത്ത് നോക്കുമ്പോഴത്തേക്കും വെൻ ഹി ഹേർഡ് ദ ഹ്യൂ ആൻഡ് ക്രൈ, അപ്പോൾ അത് മാച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം, വെൻ ഹി ഹേർഡ് ദി ഹ്യൂ ആൻഡ് ക്രൈ ഹി വാസ് നെർവസ് ആൻഡ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിട്ട് വരും. ഒന്നാമത്തെ നമുക്ക് എടുക്കാം, വെൻ ഹി ഹേർഡ് ദി ഹ്യൂ ആൻഡ് ക്രൈ ഹി വാസ് നെർവസ് ആൻഡ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു എന്ന് വരും. അപ്പോൾ ഇതിനെങ്ങനെ വരിക? ആദ്യം വരെ വരണം, 3 വരണം, 3, 2, 1, 4. 3, 2, 1, 4 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നു. 3, 2, 1, 4. അടുത്ത ചോദ്യം, റിസൊല്യൂട്ട് ഇസ് എ സിനോണിം ഓഫ്. വൊക്കാബുലറി സെഷനുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസൊല്യൂട്ട് എന്നുള്ളതിൻ്റെ സിനോണിം ആണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിറ്റർമൈൻഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി ഡിറ്റർമൈൻഡ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏണസ്റ്റ് മണി ഈസ്. ഏണസ്റ്റ് മണി എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. ഹാർഡ് ഏൺഡ് ഇൻകം, ഇൽ ഗോട്ടഡ് ഗെയിൻസ്, ഇൻഹെറിറ്റഡ് വെൽത്ത്, മണി ടു കൺഫേം എ കോൺട്രാക്ട് ആണ് ചോദ്യം. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മണി ടു കൺഫേം എ കോൺട്രാക്ട് ആണ് ആൻസർ ആയിട്ട് വരിക. ഏണസ്റ്റ് മണി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 68. പെർജുറി റെഫേഴ്സ് ടു ട്രയൽ ബൈ എ ഗ്രൂപ്പ് ഓഫ് വൺസ് പേഴ്സ്, ട്രയൽ ബൈ എ ബെഞ്ച് ഓഫ് ജഡ്ജസ്, ടെസ്റ്റിഫൈയിങ് അണ്ടർ ഓത്ത്, ഫാൾസ് ടെസ്റ്റിമണി അണ്ടർ ഓത്ത്. അപ്പം പെർജുറി എന്നുള്ളതിൻ്റെ മീനിങ് എന്താണ് റെഫർ ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഫാൾസ് ടെസ്റ്റിമണി അണ്ടർ ഓത്ത് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ടു ഡീഫ്രൈ എക്സ്പെൻസ് ഈസ് ടു. ഡീഫ്രൈ എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിലേ എക്സ്പെൻസ് ആണോ, ഡിനേ എക്സ്പെൻസ് ആണോ, മീറ്റ് എക്സ്പെൻസ് ആണോ, ഫൈറ്റ് എക്സ്പെൻസ് ആണോ? ആൻസർ ആയിട്ട് വരുന്നത് സി ഓപ്ഷൻ ആണ് വരിക, മീറ്റ് എക്സ്പെൻസ് ആണ് ആൻസർ ആയിട്ട് വരിക. മീറ്റ് എക്സ്പെൻസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, എ ഡിസീസ് ദാറ്റ് അഫക്റ്റ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വിത്തിൻ എ കമ്മ്യൂണിറ്റി, പോപ്പുലേഷൻ ഓർ റീജിയൻ അറ്റ് ദി സെയിം ടൈം ഈസ് കോൾഡ്. അപ്പം ഇതും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ കോവിഡ് ടൈമിൽ നടന്നൊരു എക്സാം ആണല്ലോ ഇത്. അപ്പോഴത്തേക്കും അന്നേരം ഈ വാക്ക്, അതായത് പാൻഡമിക് എന്നുള്ള വാക്ക് വളരെ, പാൻഡമിക്, എപ്പിഡമിക് എന്നുള്ള വാക്കുകളൊക്കെ വളരെ കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആവാനാണ് സാധ്യത. അപ്പോൾ ഇതിനകത്ത് ആൻസർ ആയിട്ട് വരിക എപ്പിഡമിക് ആണ് വരിക. എപ്പിഡമിക് എന്നാണ് ആൻസർ ആയിട്ട് വരിക. മാരിറ്റിസൈഡ് റെഫേഴ്സ് ടു ദ കില്ലിംഗ് ഓഫ്. വൊക്കാബുലറി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മാരിറ്റിസൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആരെ കൊല്ലുക എന്നുള്ളതാണ്. മാരേജ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, ആരായിരിക്കും മാരേജ് എന്ന് പറയുമ്പോഴത്തേക്കും ആയിട്ട് ബന്ധപ്പെട്ട വാക്ക് വരുന്നത് ഹസ്ബൻഡ് ആയിരിക്കും വരുന്നത്. അപ്പം ആൻസർ വരിക ഹസ്ബൻഡ് ആണ് ആൻസർ ആയിട്ട് വരിക. 71st ക്വസ്റ്റ്യൻ ആൻസർ ഹസ്ബൻഡ് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പേജിനേഷൻ റെഫേഴ്സ് ടു. പേജിനേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് എ പേജ് ആൻഡ് പേജ് നമ്പർ ഇൻ എ പബ്ലിക്കേഷൻ, ഡിസ്പ്ലേ ഇൻ എ പേജർ, ടിയർ പേജസ് ഫ്രം എ നോട്ട് ബുക്ക്. ഇതിൽ ഏതാണ് ഇതിൻ്റെ മീനിങ് എന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ പേജ് നമ്പർ ഇൻ എ പബ്ലിക്കേഷൻ ആണ് ആൻസർ ആയിട്ട് വരിക. പേജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേജ് നമ്പേഴ്സ് ഇൻ എ പബ്ലിക്കേഷൻ ആണ്. റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലീഗൽ റിസ്ട്രെയിൻഡ്, ഇല്ലെജിറ്റിമേറ്റ് പ്രഗ്നൻസി, ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ്, ഇൽ അഡ്വൈസ്ഡ് കണ്ടക്ട്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ഇല്ലീഗൽ റിസ്ട്രെയിൻഡ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു മാനേജ് വിത്ത് യുവർ സോ ലിറ്റിൽ ടു ഈറ്റ്. ദ കറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി വേർഡ് അണ്ടർലൈൻഡ്. ഇപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് മാനേജ് എന്നുള്ള വേർഡിനെ ഇതിൽ ഏത് ഇത് വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് മാറ്റാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്നുള്ള വേർഡിന് കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്ന ഏതാണ്? ഇതിൽ ഗെറ്റ് ബൈ ആണോ, ഗെറ്റ് ഓൺ ആണോ, ഗെറ്റ് ഓവർ ആണോ, ഗെറ്റ് ഓഫ് ആണോ? ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ഗെറ്റ് ബൈ ആണ് ആൻസർ ആയിട്ട് വരിക. ഗെറ്റ് ബൈ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്ലൂറൽ വെർഷൻ ഓഫ് മാഗ്നം ഒപ്പസ്. മാഗ്നം ഒപ്പസിൻ്റെ പ്ലൂറലാണ് ചോദിക്കുന്നത്. മാഗ്നം ഒപ്പസിൻ്റെ പ്ലൂറൽ എന്ന് പറയുന്നത് മാഗ്നം ഒപ്പേറയാണ്. ഓപ്ഷൻ ബി മാഗ്നം ഒപ്പേറയാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, മൈ വൈഫ് വെൻറ്റ് ടു ഡാഷ് ലാസ്റ്റ് വീക്ക് ടു സ്പീക്ക് ടു അവർ സൺസ് ടീച്ചർ. അപ്പം ഇതിൽ ദ സ്കൂളാണോ ദെയർ സ്കൂളാണോ, ദ സ്കൂളാണോ, ഹെർ സ്കൂളാണോ എന്ന് ആൻസർ ചോദിക്കുന്നത്. അപ്പം ഇതിനകത്ത് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിൻ്റെ പർപ്പസിനാണ് പോകുന്നതെങ്കിൽ എൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പം സ്കൂളിലേക്ക് നമ്മൾ പോകുന്നത് പഠിക്കാനോ പഠിപ്പിക്കാനോ ആണോ പോകുന്നതെങ്കിൽ വെറുതെ സ്കൂളെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് സ്കൂളിൽ പോകുകയാണെന്നുണ്ട് എങ്കിൽ ദ സ്കൂൾ എന്ന് വേണം എടുത്ത് പറയാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വൈഫ് എന്തിനാണ് സ്കൂളിലേക്ക് പോയത്? സ്പീക്ക് ടു അവർ സൺസ് ടീച്ചർ. അപ്പം ടീച്ചറിനെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് പോയത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ദ സ്കൂളാണ് ആൻസർ ആയിട്ട് വരിക. സ്കൂളിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ടല്ല അവിടെ പോയത്. സ്കൂളിൻ്റെ പർപ്പസിനാണ് പോകുന്നതെങ്കിൽ വെറും സ്കൂളെന്ന് കൊടുത്താൽ മതിയാകും. സ്കൂളിൻ്റെ പർപ്പസിനല്ല പോകുന്നതെങ്കിൽ ദ സ്കൂളെന്ന് കൊടുക്കേണ്ടതായിട്ട് വരും. അതിപ്പം ഇതാണ് ഹോസ്പിറ്റൽ കേസിന്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടോ അല്ലെങ്കിൽ ചികിത്സിക്കാനോ ആണ് പോകുന്നതെങ്കിൽ എന്താണ്, വെറുതെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്താൽ മതിയാകും. അല്ല അവിടെ ഒരാളെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ദ ഹോസ്പിറ്റൽ എന്ന് വേണം നമ്മളവിടെ കൊടുക്കാനായിട്ട്.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് റിമെമ്പർ ഡാഷ് ദ ഇലക്ട്രിസിറ്റി ബിൽ ടു പേ, പേയിങ്, പേയിങ് ഓഫ്, പേയിങ് ഇൻ. അപ്പം ഇതിൽ ആ ഒരു ബ്ലാങ്ക് ഫില്ല് ചെയ്യാനായിട്ട് കറക്റ്റ് വേർഡ് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി, ഐ ഡോണ്ട് റിമെമ്പർ പേയിങ് ദ ഇലക്ട്രിസിറ്റി ബില്ലാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് കോൺജൂർ മീനിങ് ദ പേഴ്സൺ ഹു പെർഫോം മാജിക് ട്രിക്സ്, സെൽസ് ഇല്ലീഗൽ ഡ്രഗ്സ്, ഹാസ് വോൺ എ ഫൈറ്റ്, ലീഡ്സ് എ കോൺവോയ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ ആയിട്ട് വരിക ഇതിനകത്ത് പെർഫോം മാജിക് ട്രിക്സ് ആണ് ആൻസർ ആയിട്ട് വരിക. പെർഫോം മാജിക് ട്രിക്സ് ആൻസർ ആയിട്ട് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ സമ്മൺ പുൾസ് എ പേഴ്സൺസ് ലെഗ്, ഇറ്റ് ഈസ് എ ജോക്ക്, ആക്ട് ഓഫ് ഹാം, ആക്ട് ഓഫ് ലവ്, ആക്സിഡൻറ്റ്. ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക എ ജോക്ക് ആണ് ആൻസർ ആയിട്ട് വരിക. പുൾസ് എ പേഴ്സൺസ് ലെഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോക്ക് എന്നാണ് എൻ്റെ അർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് എയർ സ്ട്രിപ്പ് ഇൻ എ നാഷണൽ ഹൈവേ വാസ് ഇനാഗ്രേറ്റഡ് അറ്റ് ഡാഷ് ഇൻ രാജസ്ഥാൻ. ബാർമർ ആണോ, ധോൽപൂർ ആണോ, ജാലോർ ആണോ, ദൂസയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആയിട്ട് വരിക ബാർമറാണ് ആൻസർ ആയിട്ട് വരിക. ബാർമർ ആൻസർ ആയിട്ട് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മൊബൈൽ ഇൻറ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ടെർമിനൽ MINT അണ്ടർ ആത്മനിർഭർ ഭാരത് അഭിയാൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻ. അപ്പം ISR ആണോ, DRDO ആണോ, ഇന്ത്യൻ ആർമി ആണോ, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണോ? കറണ്ട് അഫയർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ആയിട്ട് വരിക ഇന്ത്യൻ ആർമിയാണ്. ഇന്ത്യൻ ആർമിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സൈബർ ലോ ഇൻ ഇന്ത്യ, IT ആക്ട് 2000 ആണോ, 1919 ആണോ, 1989 ആണോ, 2003 ആണോ എന്നുള്ളത് നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തായിരുന്നു. IT ആക്ട് ആദ്യം വന്നത് എപ്പോഴാണ്? 2000 വന്നത്. അപ്പോൾ IT ആക്ട് 2000 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അതിനുശേഷം അത് അമെൻമെൻറ്റ് നടത്തിയിട്ടാണ് 2008 റീപബ്ലിഷ് ചെയ്തത്. ശരി, അടുത്തത്. മാച്ച് ലിസ്റ്റ് 1 വിസ് ലിസ്റ്റ് 2 മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സൈഡിൽ മജൂലി, ഓലി, ഭീംബേഡ്ക, ധോളവീര കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് കുറേ സ്റ്റേറ്റ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മജൂലി എന്ന് പറയുമ്പോഴത്തേക്ക് റിവർ ഐലൻഡാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് റിവർ ഐലൻഡാണ് മജൂലി എന്ന് പറയുന്നത്. അത് ആസാമാണ്. അത് ബേസിലുള്ള കാര്യമാണ്, അത് നമുക്കറിയാം. അപ്പം A എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ നോക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ 2 ഓപ്ഷനിൽ A2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതോ ഒന്നാണ് ആൻസർ ആയിട്ട് വരിക. അതിൽ ഇനി ഭീംബേഡ്കയും വളരെ ഫേമസ് ആണ്. അത് മധ്യപ്രദേശാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് C ഓപ്ഷൻ 4 വരണം. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പം A ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് തന്നെ എടുക്കാം. ബാക്കിയുള്ള നമുക്ക് അറിയില്ല എങ്കിലും ആ 2 അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. ദ മൈത്രി സേതു ബ്രിഡ്ജ് കണക്ട്സ് സാംബ്രൂം ഇൻ ത്രിപുര ടു ഡാഷ് ഇൻ ബംഗ്ലാദേശ്. കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റാംഗർഹ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി റാംഗർഹ് ആൻസർ ആയിട്ട് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദ സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കേരള വാസ് 127 ഇൻക്ലൂഡിംഗ് എ നോമിനേറ്റഡ് മെമ്പർ. There were 5 women members in the first assembly. There were 11 ministers including the chief minister and the first minister of Kerala എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 127 മെമ്പർ തന്നെയാണ്. കേരളമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 127 മെമ്പർ തന്നെയാണ് ഉള്ളത്. പക്ഷേ വുമൺ മെമ്പേഴ്സ് 5 അല്ല 6 പേരാണുള്ളത്. മെമ്പേഴ്സ് 6 പേരാണുള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് 11 മിനിസ്റ്റേഴ്സ് ആണുള്ളത്, ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ആണുള്ളത്. അപ്പോൾ ആൻസർ 1ഉം 3ഉം ആണ് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ജഡ്ജ് ഇൻ ഇന്ത്യ. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചിട്ട് പോകണം. ഉറപ്പായിട്ടും ആ ഒരു പോർഷനിൽ നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതും കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ജഡ്ജ് ഓഫ് ഇന്ത്യ ആണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ജ്യോതിത മോണ്ടലാണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ടോട്ടൽ നമ്പർ ഓഫ് അമെൻഡ്മെന്റ് ടു ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഓഫ് 21 ഒക്ടോബർ പ്രകാരം എത്ര അമെൻഡ്മെന്റ് നടന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. 105 അമെൻഡ്മെന്റ്സ് ആണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ 2024 കണക്ക് നോക്കുമ്പോഴത്തേക്കും അവസാനം വന്ന ഈ വുമൺ റിസർവേഷൻ 1/3 റിസർവേഷൻ വുമണിന് കൊടുക്കണമെന്നുള്ള അമെൻഡ്മെന്റും കൂടെ കൂട്ടുമ്പോഴത്തേക്കും മൊത്തം 106 അമെൻഡ്മെന്റുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഓക്കെ, പക്ഷെ അന്നത്തെ ഇത് പ്രകാരം ഒക്ടോബർ 21 പ്രകാരം 105 അമെൻഡ്മെന്റ്സ് ആണ് വന്നിട്ടുള്ളത്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വിന്നർ ഹു പ്ലേഡ് ദ റോൾ ഓഫ് അപ്പു ഇൻ ദ ഫിലിം അപൂർ സെൻസർ ബൈ സത്യജിത് റേ. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ആക്ടറിൻ്റെ പേര് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സൗമിത്ര ചാറ്റർജി. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യസ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ ഇൻ പാരാലിമ്പിക്സ് വാസ് വോൺ ഇൻ 1972 ഗെയിംസ് ഈ സ്വിമ്മിംഗ് ബൈ. ഇതിൽ ആരാണെന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് മനോജ് ശങ്കർ കൊടുത്തിട്ടുണ്ട്, ദീപ മാലിക് കൊടുത്തിട്ടുണ്ട്, നിഷാദ് കുമാർ കൊടുത്തിട്ടുണ്ട്, മുരളീകാന്ത് പട്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി മുരളീകാന്ത് പട്കർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ബേബി മാർസുപ്പിയൽ അനിമൽസ് ആർ റെഫേഴ്സ് ടു ആസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ചോയിയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡെവിൾസ് അഡ്വക്കേറ്റ് ഡാഷ് പോസിബിൾ ആർഗ്യുമെന്റ് ഓഫ് ദി ഓപ്പോസിഷൻ സൈഡ്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്നുള്ള അതിൻ്റെ മീനിങ് അറിയെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ടെസ്റ്റ് എന്ന ആൻസർ ആയിട്ട് വരിക. ടെസ്റ്റ്. അടുത്തത്. എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് ഈസ് വെരി ഡാഷ്. എൻ്റെ ആൻസർ ആയിട്ട് വരിക വൈസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി വൈസ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. ദ അബറ്റർ ഇൻ ആൻ ഒഫൻസ് ഈസ്.
ലീഗൽ ടേമുകളാണ് ഇതൊക്കെ. അബറ്റർ ഇൻ ആൻ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? അസിസ്റ്റ് ആണ് ആൻസർ വരിക. അസിസ്റ്റ് എന്നാണ് ആൻസർ ആയിട്ട് വരിക. 93. അടുത്ത ക്വസ്റ്റ്യൻ. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സാൾട്ട് ഇംപ്ലൈസ് ഡൾനെസ് ആണോ, പോവർട്ടി ആണോ, ഡൗട്ട് ആണോ, ഡിസ്റ്റേസ്റ്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ഡൗട്ട് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. ചൂസ് ദി വേർഡ് മീനിങ് സിമിലർ ടു ദി വേർഡ് റാബിഡ്. റാബിഡ് എന്നുള്ളതിൻ്റെ സിമിലർ ആയിട്ടുള്ള മീനിങ് ഉള്ള വേർഡ് എന്നാണ് ചോദിക്കുന്നത്. റാബിഡ് എന്നുള്ളതിൻ്റെ ലതർജിക് ആണോ, വിർലൻ്റ് ആണോ, അപ്പത്തറ്റിക് ആണോ, സെയിൻ ആണോ എന്നാണ്. ഓപ്ഷൻ ബി വിർലൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി വിർലൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആൻറ്റോണിം ഓഫ് നൊവൈസ്. നൊവൈസ് എന്നുള്ളതിൻ്റെ ആൻറ്റോണിം എന്നാണ് ചോദിക്കുന്നത്. നൊവൈസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം ന്യൂ, പുതുതായിട്ട് വന്നുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഫീൽഡിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് വരിക വെറ്റേറിയൻ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി വെറ്റേറിയൻ ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. പീസ് ഓഫ് റൈറ്റിംഗ് ഫുൾ ഓഫ് പ്രൈസസ് ഈസ് എന്താണെന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ പാനേജിറിക് ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ. ചൂസ് എ വേർഡ് വിച്ച് ബെസ്റ്റ് എക്സ്പ്രസസ് ദ മീനിങ് ഓഫ് ദി വേർഡ് ടസിറ്റേൺ. അപ്പം അതുമായിട്ട് എക്സാക്റ്റ് മീനിങ് വരുന്ന വേർഡ് എന്നാണ് ചോദിക്കുന്നതിനകത്ത്. ഓപ്ഷൻ ഡി റെറ്റിസെൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത പറഞ്ഞാൽ പിക്ക് ഔട്ട് ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ്. ഈ ഫോളോയിങ് ഗ്രൂപ്പിനകത്ത് കറക്റ്റായിട്ടുള്ള വേർഡ്, അതായത് എക്കകത്ത് എംബ്രാസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബിക്കകത്ത് കോമ്പറേറ്റീവിൻ്റെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്, സിക്കകത്ത് ന്യൂമോണിയയുടെ സ്പെല്ലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്പെല്ലിംഗ് എന്നുള്ളതാണ് ചോദ്യം. സ്പെല്ലിംഗ് എന്നുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ബി ഓപ്ഷൻ ആണ്. അതായത് എയിൽ 1 എംബ്രാസ്മെൻറ്റിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഇതാണ്, ബിയിൽ 2 കോമ്പറേറ്റീവിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഇതാണ്, അതുപോലെ തന്നെ സിയിൽ 4 ന്യൂമോണിയയുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാറ്റോഫോബിയ ഈസ് ഫിയർ ഓഫ്. കാറ്റോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏതിൻ്റെ, ഇൻസെക്റ്റിൻ്റെ ആണോ, കാറ്റിൻ്റെ ആണോ, മിററിൻ്റെ ആണോ, തണ്ടറിൻ്റെ ആണോ, ഏതിൻ്റെ ഫിയർ ആണെന്നാണ് ചോദിക്കുന്നത്. വെക്കാബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ആയിട്ട് വരിക മിറർ ആണ്. ഓപ്ഷൻ സി മിറർ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇപ്പോൾ 2022 നടന്ന ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പേ നടന്ന എക്സാമായ 2019 2016 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഏതൊക്കെ ഏരിയയിൽ നിന്ന് എത്രയൊക്കെ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ ചോദിച്ചു എന്നറിയാൻ മാത്രമാണ്. അല്ലാതെ ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ടല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നടത്തിയത്. അപ്പം ഇതുമായിട്ട് ബാക്കിയുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.